എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലേ കൊണ്ടൊരു റിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്ലേ ഒന്നുമല്ല, ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടിയും നമുക്ക് ക്ലേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കളർ സ്റ്റോൺസ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ ക്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലേ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, പെയിൻറ്റ് പോലും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു മാവ് ഉണ്ടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ അതിൽ നിന്ന് ഒരു കുഞ്ഞു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ആദ്യം ഒരു വിരൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ക്ലേയുടെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ബാക്കി വിരലുകളും കൂടെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ലൈറ്റായിട്ട് റോൾ ചെയ്ത് എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു സിലിണ്ട്രിക്കൽ ഒരു ഇത് കിട്ടുന്നത് വരെ റോൾ ചെയ്ത് എടുക്കുക. ഈ സിലിണ്ടറിനെയാണ് നമ്മൾ റിങ്ങാക്കി മാറ്റാൻ പോകുന്നത്. അപ്പം റിങ്ങാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പെന്നിൻ്റെ നമ്മളെ മാർക്കർ ഉണ്ടല്ലോ, മാർക്കറിൻ്റെ ആ ഒരു ക്യാപ്പിലേക്കാണ് ഇതിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പം നമ്മൾ ആ രണ്ട് അറ്റങ്ങളും കൂടെ ഒരുമിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു റിങ് ഷേപ്പാക്കി മാറ്റുക. റിങ് പക്ക റിങ് ഷേപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഉണങ്ങാൻ വെക്കണം. ബോട്ടിലിൻ്റെ മേലെയോ അല്ലെങ്കിൽ പെന്നിൻ്റെ ചെറിയ വിരലൊക്കെ ആണെങ്കിൽ പെന്നിൻ്റെ മേലെയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും, ഒരു 12 മണിക്കൂറൊക്കെ എടുക്കും. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പം ഇനി ഉണക്കിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഷൈനിങ്ങോ ഗ്ലേസിങ്ങോ ഒന്നുമില്ല, സാധാരണ ഒരു റിങ്ങാണ്. ഇനി നമുക്ക് ഇതിന് ഗ്ലേസിങ്ങോ കൊടുക്കാൻ വേണ്ടിയിട്ട് നെയിൽ പോളിഷ്, ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളറാണ് വേണ്ടതെങ്കിൽ, ഇപ്പോൾ ബ്ലാക്ക് നെയിൽ പോളിഷോ അല്ലെങ്കിൽ വൈറ്റ് നെയിൽ പോളിഷോ, ഇത് റെഡ് വേണ്ട വേറെ കളറാണ് വേണ്ടതെങ്കിൽ അങ്ങനെ വേറെ കളർ നെയിൽ പോളിഷ് ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കൂടി കിട്ടും. ഇല്ലെങ്കിൽ വാർണിഷും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിപ്പം നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റിങ്ങിൻ്റെ പുറത്ത് മാത്രമല്ല ഉള്ളിലും കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. മൊത്തമായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങിയിട്ട് വേണം ബാക്കി പണിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പേളിൻ്റെ ഒരു ഹാഫ് ബീഡാണ് എടുക്കുന്നത്. എന്നിട്ട് അതാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ഇങ്ങനത്തെ സിമ്പിളാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സിമ്പിളായിട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ കുറേ സ്റ്റോൺസ് ചുറ്റിലും ഒക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സൂപ്പർ ഗ്ലൂവോ അല്ലെങ്കിൽ ഉഹുവോ വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഞാനിപ്പോൾ ഉഹു ആണ് യൂസ് ചെയ്തത്. അപ്പോൾ കണ്ടോ, നമ്മുടെ റിങ് റെഡിയായി. നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ക്ലേ ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കാം. പിന്നെ 2 കളർ മിക്സ് ചെയ്തിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ ഇതിൻ്റെ വേറെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമ്മിങ് വീഡിയോസിൽ ഇടാം. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.